എവ്രിവൺ. സോ നമുക്കിന്ന് നിഫ്റ്റിയെ പറ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ പൊസിഷൻ എവിടെയാണ്, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. നിഫ്റ്റി നമുക്ക് ആദ്യമായിട്ട് ഡേ ക്യാൻഡലിൻ്റെ ഒരു ചാർട്ട് എടുക്കാം. ഡേ ക്യാൻഡലിൻ്റെ ചാർട്ട് എടുത്ത് നിഫ്റ്റി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ 24,700 റേഞ്ചിൽ നിന്ന് റിജക്ഷൻ വന്ന് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോളാണ് പിന്നീട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം 24,100 റേഞ്ചിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് ഓപ്പണിംഗ് ഉണ്ടായി. അതിനെ പിന്നെ ഓവർകം ചെയ്തൊരു ക്ലോസിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,800 റേഞ്ചാണ്. ഞാനിതിന്ന് രാവിലെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. 23,800 ലെവലാണ് ഇനിയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഈ ലൈനിൽ നിന്നാണ് ഇപ്പോൾ ഈ റേഞ്ചിൽ നിന്നാണ് നിഫ്റ്റി ഇപ്പോൾ റിക്കവറിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2400-ന് എബോവ് ഒരു ക്ലോസിങ്, വീക്ക്ലി ക്ലോസിങ് തരികയാണെങ്കിൽ നിഫ്റ്റി വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഒരു റിക്കവറിക്കുള്ള ചാൻസ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫർദർ ഫോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് വിൽ ബി അറൗണ്ട് 23,600 റേഞ്ച്. ആൻഡ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ബ്രേക്കായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യണം. ഫർദർ ഡൗൺഫോൾ നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിവേ 23,800 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്, സപ്പോർട്ട് ലെവലാണ്. ഇവിടെ നിന്നൊരു റിക്കവറി നിഫ്റ്റി എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു ഷോർട്ടർ ടൈം പീരീഡിലെ ഗ്രാഫ്, 15 മിനിറ്റിലെ ഗ്രാഫ് നോക്കാം. 15 മിനിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഈ ഒരു പോയിന്റിൽ 23,800 റേഞ്ചിൽ വന്ന് നിഫ്റ്റി ഒരു റിക്കവറിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ക്യാൻഡിൽ ക്ലോസ് എങ്ങനെയാണ് വരുന്നതെന്നനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് 1 അവർ ചാർട്ട് ചെക്ക് ചെയ്യാം. 1 അവറിൽ ചെക്ക് ചെയ്യുമ്പോഴും സെൻറ്റിമെൻറ്റ് ഇപ്പോഴും ബെയറിഷ് ആണ്. അതൊരു ബുള്ളിഷിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് വീക്ക്ലി ക്യാൻഡിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഈ റേഞ്ചിനെ അത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ 24,000 റേഞ്ചിലേക്ക് കയറി അതൊരു ക്ലോസിങ് പ്രൊവൈഡ് ചെയ്യുമോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മളുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻസിനെ ഒന്ന് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട്. 24,000-ന് മുകളിൽ ഒരു ക്ലോസിങ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ ഫർദർ ഡൗൺഫോൾ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ പൊസിഷൻസിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടതാണ്. അതായിരിക്കും കൂടുതൽ സേഫായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ഫിബ് വരയ്ക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഫിബിൽ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു ഡേ ക്യാൻഡിൽ ഇട്ടിട്ടൊരു ഫിബ് വരച്ചപ്പോൾ എക്സാക്റ്റ് അതിൻ്റെ 50 ലെവലിലാണ് റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. 50 ലെവലിൽ റിജക്ഷൻ കിട്ടി ഈ 24,000-നെ ബ്രേക്ക് ചെയ്ത് അത് നിൽക്കുകയാണ്. സോ ഈ റിക്കവറി, ഇന്നത്തെ ക്ലോസിങ്, ഇന്ന് നമുക്ക് 24,000-നെ ക്രോസ് ചെയ്ത് ഒരു ഹൈ അത് ക്രിയേറ്റ് ചെയ്തു. ബട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഫർദർ ഫോളാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇനി ക്ലോസിങ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് ഒരു റിവൈവിങ് സ്റ്റേജിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ബൈ എടുത്തിരിക്കുന്ന നമ്മുടെ സ്റ്റോക്സുകൾക്കും ആ ഒരു മൊമെൻറ്റം കാണിച്ചു തുടങ്ങുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പുതിയൊരു എൻട്രിയെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ, പുതിയൊരു സിംഗ് എൻട്രി ഹോൾഡിങ്ങിനെ പറ്റിയൊക്കെ. നമുക്ക് കാണാം ഇന്നും മെജോറിറ്റി സ്റ്റോക്സ് ബെയറിഷായിട്ട് റെഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ എൻഡ് ഓഫ് ദ ഡേ നിഫ്റ്റി എങ്ങനെ ക്ലോസിങ് തരുന്നു എന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.